നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം അവരുടെ ഭക്ഷണമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതല്ല വാങ്ങിക്കൊടുക്കേണ്ടത്. ഒരു 80% കുട്ടികൾ കഴിക്കുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്താം. ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ്, അതുപോലെ ലൈസ്, അങ്ങനെയുള്ള പാക്കഡ് ആയിട്ടുള്ള ചിപ്സ്, പിന്നെ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്. ഇപ്പോൾ പലരും ഒരു 50% പുറമേ നിന്നുള്ള ഫുഡാണ് വാങ്ങിക്കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന് കുട്ടി ചോറ് തിന്നൂല, കോഴിമുട്ട തിന്നൂല, മീൻ തിന്നൂല എന്നാണ് പറയാം. എന്നിട്ട് കുട്ടി തിന്നുന്ന ഭക്ഷണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ആരോഗ്യം വളരെയധികം പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. നോക്കൂ, കുട്ടി കഴിക്കുന്ന ഒരു 80% ഭക്ഷണവും കോഴിമുട്ട, മത്സ്യം, കടല, പയർ, ചെറുപയർ, അങ്ങനെ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കണം. അതല്ലാതെ നമ്മൾ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർക്കിഷ്ടമുള്ള പുറത്തുനിന്ന് കിട്ടുന്ന അവരുടെ ആരോഗ്യത്തിന് ഒരു ഗുണം ചെയ്യാത്ത ഭക്ഷണം സ്ഥിരമായിട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ബേക്കറിയും മധുരപലഹാരങ്ങളും സ്റ്റോക്ക് ഉണ്ടാവരുത്, അവർക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടി മാത്രം. വളരെ കുറച്ച് മാത്രം നമുക്ക് വാങ്ങാം, നമുക്ക് കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ അധികവും കുട്ടി കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ കുട്ടികളുടെ കൂടെ കഴിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം.